ബാലാമണിയുടെ ആത്മസഞ്ചാരം കഥ. മാ മാ തൊടിയിൽ നിന്നും 2-3 തവണ പുള്ളിപ്പശു നീട്ടി വിളിച്ചെങ്കിലും ബാലാമണി കേട്ടതേയില്ല. കാരണം ബാലാമണി ഒരു ഉച്ചമയക്കത്തിൻ്റെ മൂടിലായിരുന്നു. മയക്കം ഒരു ഗാഠനിദ്രയിലേക്ക് ബാലാമണിയെ കൂട്ടിക്കൊണ്ടുപോയതിനാൽ തൊടിയിൽ നിന്നുള്ള പുള്ളിപ്പശുവിൻ്റെ നീട്ടത്തിലുള്ള വിളി ബാലാമണിയുടെ കർണപടങ്ങളിൽ എത്തിയതേയില്ല. അല്പം മുമ്പാണ് നിറയെ കാടിയും കഞ്ഞിയും പുള്ളിപ്പശുവിന് കൊടുത്തിട്ട് ബാലാമണി കോലായിലേക്ക് പോന്നത്. ഉറക്കത്തിലാണ്ടുപോയ ബാലാമണിയുടെ മനസ്സ് ഒരു ആത്മാവിൻ്റെ രൂപം പൂണ്ടത് പൊടുന്നനെയായിരുന്നു. അത് ബാലാമണിയെ കോലായിൽ നിന്നും പുള്ളിപ്പശു മേഞ്ഞു നിന്നിരുന്ന തൊടിക്ക് മുകളിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഏതോ ഒരു മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അത് അറിഞ്ഞിരുന്ന പുള്ളിപ്പശുവിൻ്റെ നീട്ടിയുള്ള കരച്ചിൽ ബാലാമണിയുടെ ആത്മാവിന് ഒരു ചലനവും വരുത്തിയില്ല. അത് തൊടിക്കും പുള്ളിപ്പശുവിനും മുകളിലൂടെ ഉയരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ബാലാമണിയുടെ ആത്മാവ് തനിച്ചായിരുന്നില്ല. നിറയെ പക്ഷികളും ഏറെ കാഴ്ചകളും നിറഞ്ഞ ലോകത്തിലേക്കായിരുന്നു ബാലാമണിയുടെ ആത്മാവിൻ്റെ സഞ്ചാരം. പോയ വഴിയിൽ പുഴയും കടലും കടൽ കാക്കകളും വഞ്ചിയും തുഴച്ചിലുകാരനും എല്ലാം അരങ്ങ് തകർത്തു. കടലിൽ ധാരാളം ഓളങ്ങളും തിരകളും നിറഞ്ഞിരുന്നു. ആ ഓളത്തിലും തിരയിലും നിന്നും ഒരുമാതിരി രക്ഷപ്പെട്ട ബാലാമണിയുടെ ആത്മാവിനെ വരവേറ്റത് കനത്ത മഴയായിരുന്നു. കനത്ത മഴ മൂലമുണ്ടായ വലിയ പ്രളയത്തിൽ ബാലാമണിയുടെ ആത്മാവ് ഒരു കയത്തിലകപ്പെട്ട കൊച്ചുകുട്ടിയെപ്പോലെ എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകി നീങ്ങിയെങ്കിലും ആ ഒഴുക്കിൽ ആത്മാവ് പ്രശാന്തമായ പച്ച വിരിച്ചു കിടന്ന പ്രദേശത്തേക്കാണ് എത്തിപ്പെട്ടത്. അവിടെ പറന്നു നടക്കാൻ കൊതിച്ച ബാലാമണിയുടെ ആത്മാവ് അവിടെ പൂത്തുലഞ്ഞു നിന്ന വള്ളിച്ചെടിയിൽ നിറയെ കായ്ച്ച മധുരം നിറഞ്ഞ പഴങ്ങൾ പറിക്കാൻ ആഞ്ഞുവെങ്കിലും പിടിവിട്ട് താഴേക്ക് നിപതിച്ചതും പെട്ടെന്നായിരുന്നു. ബാലാമണിയുടെ ആത്മാവിൻ്റെ തിരികെയുള്ള മടക്കവും അതായിരുന്നു. തിരികെ പുള്ളിപ്പശുവിന് മുകളിലൂടെ കോലായിലേക്ക് തിരിച്ചു പോന്ന ആത്മാവ് ബാലാമണിയുടെ മനസ്സായി പഴയ രൂപം പ്രാപിച്ചപ്പോഴേക്കും ബാലാമണി ഉണർന്നിരുന്നു. അപ്പോൾ തൊടിയിൽ നിന്നും ഉയർന്ന പുള്ളിപ്പശുവിൻ്റെ നീട്ടിയുള്ള കരച്ചിൽ കേട്ട ബാലാമണി തിടുക്കത്തിൽ പുള്ളിപ്പശുവിനരികിലേക്ക് ഓടിയപ്പോഴേക്കും ബാലാമണിയുടെ ആത്മസഞ്ചാരം പൂർണ്ണമാവുകയായിരുന്നു. ബാലാമണിയുടെ ആത്മസഞ്ചാരം എന്ന കഥ ഇവിടെ പൂർണ്ണമാവുന്നു.